നമ്മുടെ സംസ്ഥാനത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിപ്പാണ് കിഫ്ബിയുടെ സഹായത്താൽ കഴിഞ്ഞ 9 വർഷം സൃഷ്ടിക്കപ്പെട്ടത്. 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരാണ് കേരളത്തിന്റെ വികസന കുതിപ്പിന് അതിവേഗം സൃഷ്ടിക്കുന്ന നിലയിൽ കിഫ്ബിയെ ഉപയോഗിച്ചത്. ഇപ്പോൾ കേരളത്തിന്റെ സകല മേഖലയിലും കിഫ്ബിയുടെ സഹായത്തോടെയുള്ള വികസനങ്ങൾ നടപ്പിലാക്കുകയാണ്. കൂടാതെ ഓരോ വകുപ്പിലും മണ്ഡലങ്ങളിലും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും MLA-മാരും ആവശ്യത്തിനനുസരിച്ചുള്ള പദ്ധതികൾ നടപ്പാക്കാനുള്ള ഇടപെടലുകൾ നടത്തുന്നുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ ഇന്ന് കാണുന്ന വികസന നേട്ടങ്ങളിൽ സുപ്രധാനമായ പങ്കുവഹിച്ചൊരു ഘടകമാണ് കിഫ്ബി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് എത്രയാണോ ആദ്യഘട്ടങ്ങളിൽ വിഭാവനം ചെയ്തത് അതിനേക്കാൾ എത്രയോ വിശാലമായ രൂപത്തിലേക്ക് കിഫ്ബിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കേറെ അഭിമാനിക്കാൻ വക നൽകുന്നു. ഓരോ രംഗത്തെയും കാര്യങ്ങളെടുത്ത് സൂചിപ്പിക്കുന്നു. ദേവസ്വം വകുപ്പിൽ ശബരിമല ഇടത്താവളങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ കിഫ്ബി ധനസഹായം കൊണ്ട് പദ്ധതികൾക്ക് സാധിച്ചു. ശബരിമല തീർത്ഥാടകർക്ക് വിരിവയ്ക്കാൻ ആധുനിക സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. എരുമേലി, നിലയ്ക്കൽ, ചെങ്ങന്നൂർ, കഴക്കൂട്ടം, ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലെ ഇടത്താവളങ്ങൾക്ക് വേണ്ടി കിഫ്ബി 146 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നിലയ്ക്കലിലെ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. എരുമേലിയിൽ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബാക്കിയിടങ്ങളിൽ നിർമ്മാണം പുരോഗമിക്കുന്നു. ദേവസ്വം വകുപ്പിൽ ഇടത്താവളങ്ങളുടെ സൗകര്യങ്ങൾ വിപുലീകരിക്കാൻ സഹായിക്കുന്ന 146 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടായി. നിലയ്ക്കലിൽ, എരുമേലിയിൽ, ചെങ്ങന്നൂരിൽ, കഴക്കൂട്ടത്ത്, ആറ്റിങ്ങൽ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ദേവസ്വം വകുപ്പുമായി കൂടി ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഫണ്ട് പൂർണ്ണമായും കിഫ്ബിയുടേതാണ്. അതിൽ നിലയ്ക്കലെ പദ്ധതി ഇതിനോടകം തന്നെ ഉദ്ഘാടനം ചെയ്തു. എരുമേലിയിലെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റ് സ്ഥലങ്ങളിലെ ഓൺഗോയിങ് പ്രോജക്റ്റായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ശബരിമല തീർത്ഥാടകർക്ക് വലിയ സൗകര്യം ഒരുക്കുന്ന രംഗത്ത് കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ശബരിമലയിൽ 775 കോടി രൂപയുടെയും പമ്പയിൽ ഏതാണ്ട് 200 കോടി രൂപയുടെയും വികസനങ്ങളാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ശബരിമലയിൽ റോപ്പ് വേ നിർമ്മാണം ഉടൻ ആരംഭിക്കും. അതോടെ ഡോളി സംവിധാനം അവസാനിക്കും. ഭക്തരെ അടക്കം ചുമന്നും ട്രാക്ടറിലും കൊണ്ടുപോകുന്നത് അവസാനിപ്പിച്ച് റോപ്പ് വേയിലേക്ക് മാറുന്നതോടെ വയോധികർക്കുൾപ്പെടെ തീർത്ഥാടനം ഏറെ സുഗമമാണ്. കോട്ടയം ജില്ലയിൽ 2780 കോടി രൂപ വികസന പദ്ധതികൾക്കായി കിഫ്ബി വഴി വിനിയോഗിച്ചു കഴിഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് വികസനത്തിലും കിഫ്ബി വഴി നിർണായക മുന്നേറ്റമാണ് നടക്കുന്നത്. മെഡിക്കൽ കോളേജിന് മാത്രം ഏകദേശം 814 കോടി ഫണ്ടാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ ഫണ്ട് പ്രയോജനപ്പെടുത്തിയ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ 2780 കോടി രൂപയുടെ ഫണ്ട് വിനിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ പ്രധാനമായും കോട്ടയം ജില്ലയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഒരുപക്ഷെ ഇന്ന് കേരള സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ മുൻനിരയിലെത്തി നിൽക്കുന്ന മെഡിക്കൽ കോളേജായി
അത് വളർന്നു. അത്തരം ഒരു വളർച്ചയ്ക്ക് നിദാനമായിട്ടുള്ളത് കിഫ്ബി ഫണ്ട് തന്നെയാണ്. 400 ബെഡ് സർജിക്കൽ ബ്ലോക്കിന് പുതിയതായി നിർമ്മിച്ച് 16 ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി പൂർത്തീകരിച്ചിരിക്കുന്നു. അടുത്ത മാസം അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. വലിയ സൗകര്യങ്ങളാണ് ആ സർജിക്കൽ ബ്ലോക്കിലുള്ളത്. തുടർന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇതിനോടകം തന്നെ 360 ബെഡും 16 ഓപ്പറേഷൻ തിയേറ്ററുമായി അത് പൂർത്തീകരിക്കുന്ന രൂപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ OP ബ്ലോക്കും അതുമായി ബന്ധപ്പെട്ട പശ്ചാത്തല സൗകര്യവും ഒരുക്കിയെടുക്കുന്ന രംഗത്ത് കിഫ്ബി ഫണ്ട് നന്നായി പ്രയോജനപ്പെടുത്തിയിരുന്നു. ചുരുക്കത്തിൽ മെഡിക്കൽ കോളേജിന് ഏതാണ്ട് 814 കോടി രൂപയുടെ മുടക്കാണ് കിഫ്ബിയായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഫലമായി ഒരുങ്ങി വന്ന പശ്ചാത്തല സൗകര്യം മധ്യ തിരുവിതാംകൂറിലെ രോഗികൾക്കാകെ അഭയം നൽകുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് വലിയ വികസന യാഥാർത്ഥ്യത്തിലേക്ക് എത്തി. അത് രോഗികൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യവും അഭയവും നൽകുന്ന സങ്കേതമായി മാറി എന്നതാണ് കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തിയതിൻ്റെ ഉള്ളടക്കം. ഏതാണ്ട് 214 കോടി രൂപ ചിലവിട്ട് കോട്ടയം ജില്ലാ ആശുപത്രി നവീകരിക്കുന്നതും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ്. കോട്ടയം ജില്ലയിലുള്ളവർക്കെല്ലാം പ്രയോജനപ്രദമാകുന്ന തരത്തിൽ 10 നിലകളോടെ മിനി മെഡിക്കൽ കോളേജിന് സമാനമായാണ് ജില്ലാ ആശുപത്രി വിഭാവനം ചെയ്തിരിക്കുന്നതെന്നും ശ്രദ്ധേയം. കോട്ടയം ജില്ലാ ആസ്ഥാനത്ത് 10 നില മന്ദിരത്തിൽ അവിടുത്തെ പഴയ ജില്ലാ ആശുപത്രി ഇപ്പോൾ പൊളിച്ചു പണിയുന്നു. ഏതാണ്ട് 214 കോടി രൂപയാണ് അതിനുവേണ്ടി കിഫ്ബി മുടക്കിയിരിക്കുന്നത്. വലിയ പ്രോജക്റ്റാണ്. അത് ജില്ലയിലെ എല്ലാ മേഖലകളിൽ നിന്നും വരുന്ന രോഗികൾക്ക് ഒരുപക്ഷെ ഒരു മിനി മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യത്തോടു കൂടിയാണ് ഈ 10 നില ബിൽഡിംഗ് ഇപ്പോൾ പൂർത്തിയാകാൻ പോകുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ സൗകര്യം കിട്ടുന്ന സംഭവമാണ്. UGC ഗ്രേഡ് 1 ഉയർത്തപ്പെട്ട മഹാത്മാഗാന്ധി സർവകലാശാലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് നവീകരിക്കുന്നതിലേക്കായി 250 കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിലൂടെ ചെലവിട്ടത്. കൂടാതെ സ്പോർട്സ് കോംപ്ലക്സിലേക്കായി 50 കോടി രൂപയും അനുവദിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല ഇപ്പോൾ UGC ഗ്രേഡ് 1 ഉയർത്തപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ സർവകലാശാലകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ സർവകലാശാലകളിൽ ഒന്നായി മഹാത്മാഗാന്ധി സർവകലാശാല വളർന്നപ്പോൾ അതിൻ്റെ പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ അവിടുത്തെ ലാബറട്ടറി സൗകര്യത്തിന് വേണ്ടി, അതുപോലെ തന്നെ ലൈബ്രറി ബിൽഡിങ്, കൂടാതെ റിസർച്ചിനുള്ള സൗകര്യങ്ങൾ, ഇതിനെല്ലാം ചേർന്ന് ബിൽഡിങ്ങിനൊക്കെ കൂടി 250 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് മുടക്കി വലിയ വികസനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതുകൂടാതെ പുതിയതായി സ്പോർട്സ് കോംപ്ലക്സിന് വേണ്ടിയിട്ട് 50 കോടി രൂപ കിഫ്ബിയിൽ മുടക്കി പുതിയ സ്പോർട്സ് കോംപ്ലക്സ് പണിയാൻ പോകുന്നു. ഇത് മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്കും സെൻട്രൽ ട്രാവൻകൂറിനും വലിയ സ്പോർട്സ് സൗകര്യങ്ങൾ ഉറപ്പാക്കി മുന്നോട്ട് വരുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ്.
ജില്ലയിലെ ഗതാഗതം സുഗമമാക്കുന്നതിലേക്കായി നിരവധി പാലങ്ങൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുണ്ട്. വൈക്കം ആശുപത്രിയുടെ മുകൾ നില നിർമ്മാണവും കിഫ്ബി ഫണ്ടിലാണ് പൂർത്തിയാക്കിയത്. കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി നിരവധി പാലങ്ങൾ കോട്ടയം ജില്ലയിൽ പൂർത്തീകരിക്കുകയുണ്ടായി. വൈക്കം നിയോജകമണ്ഡലത്തിൽ വൈക്കം ആശുപത്രിക്ക് അതിൻ്റെ അപ്സ്റ്റെയർ ആകെ നിർമ്മിക്കുന്ന രംഗത്ത് കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തിയിരുന്നു. അതേപോലെ തന്നെ ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ കോണത്താറ്റ് പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി കിഫ്ബി ഫണ്ടാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. 13.5 കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരുന്നത്. കോട്ടയം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും കിഫ്ബിയുടെ ധനസഹായത്തിൽ ഒരു പദ്ധതിയെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അന്തർദേശീയ നിലവാരത്തിലുള്ള സ്കൂൾ ഒരു നിയോജക മണ്ഡലത്തിൽ ഒന്നെങ്കിലും വേണമെന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി വന്ന നിർദ്ദേശം നടപ്പിലാക്കാനും കിഫ്ബി ഫണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും കിഫ്ബിയുടെ ഒരു പ്രോജക്റ്റെങ്കിലും വന്നിരിക്കുന്നു. അതിൽ പ്രധാനമാണ് അന്തർദേശീയ നിലവാരത്തിലുള്ള സ്കൂളുകൾ ഒരു നിയോജകമണ്ഡലത്തിൽ ഒരെണ്ണം വേണം എന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി വന്ന ആ പദ്ധതിക്ക് ഓരോ നിയോജകമണ്ഡലത്തിലും കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തിയാണ് ആ സ്കൂളിൻ്റെ പശ്ചാത്തല സൗകര്യമൊരുക്കി ബിൽഡിംഗ് സംവിധാനമെല്ലാം ഉറപ്പാക്കി കൊണ്ടുപോകുന്നത്. ഇത് ജില്ലയിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും വന്നു കഴിഞ്ഞിരിക്കുന്നു. റോഡ് നിർമ്മാണത്തിലടക്കം കോട്ടയം ജില്ലയുടെ സമഗ്ര വികസനത്തിലേക്കായി കിഫ്ബി നൽകുന്ന സംഭാവന ചെറുതല്ല. ആതുര സേവന രംഗത്തും പശ്ചാത്തല സൗകര്യ വികസനത്തിലും കുതിപ്പുണ്ടാക്കി കോട്ടയത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ് കിഫ്ബി പദ്ധതികൾ. വിവിധ രൂപത്തിലുള്ള റോഡുകളുടെ വികസനത്തിന് വേണ്ടി നല്ല രൂപത്തിൽ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തി. ഏറ്റവും ചുരുങ്ങിയത് ഒരു 2780 കോടി എന്ന് പറയുന്നത് മുടക്കിക്കഴിഞ്ഞതാണ്. ഇനിയും ഓൺഗോയിങ് പ്രോജക്റ്റായി മറ്റു ചിലത് നിൽക്കുന്നു. ഇങ്ങനെ ജില്ലയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ വിവിധ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്ന രംഗത്തും ആതുര സേവന രംഗത്തും
അതിൻ്റെ വളർച്ചയും വികാസവും ഉറപ്പാക്കാൻ നല്ല രൂപത്തിൽ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ജില്ലയിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഏറ്റുമാനൂർ മണ്ഡലത്തെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ഇനിയും ചില പദ്ധതികൾക്ക് വേണ്ടി ഒന്ന് റിംഗ് റോഡിന് വേണ്ടി കിഫ്ബി ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അത് ഓൺഗോയിങ് പ്രോജക്റ്റാണ്. അതേപോലെ തന്നെ കോട്ടയം കുമരകം റോഡ് വൈഡൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോജക്റ്റ് ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഭാവി പ്രവർത്തനങ്ങളിൽ കിഫ്ബിയായി ബന്ധപ്പെട്ട് സഹായകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ റിംഗ് റോഡ് അടക്കമുള്ള പദ്ധതികൾക്ക് പ്രത്യേകം കിഫ്ബി ധനസഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. ഏറ്റുമാനൂരിലെ കുടിവെള്ള പദ്ധതിയാണ് മറ്റൊരു നേട്ടം. കോട്ടയത്ത് 57 പദ്ധതികളിൽ 16 എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. ബാക്കിയുള്ളവയുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. കോട്ടയം കുമരകം റോഡ് നവീകരണവും ജില്ലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നതിൽ തർക്കമില്ല. ബദൽ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി കിഫ്ബി വികസന കുതിപ്പ് തുടരുകയാണ്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ആകെ വികസന സ്വപ്നങ്ങളുടെ മറുവാക്കായി മാറിയിരിക്കുകയാണ് കിഫ്ബി.